Good morning children. നമുക്ക് മാത്സ് ക്ലാസ് ആണ്. മാത്സ് പേജ് നമ്പർ 41. നമുക്ക് ക്ലാസ് തുടങ്ങും സ്മാൾ ടു ബിഗ്. എന്താണ് സ്മാൾ ടു ബിഗ് ആണ് നമുക്ക് ഇപ്പൊ പഠിക്കാനുള്ളത്. മാത്സിൽ സ്മാൾ പറഞ്ഞാൽ ചെറുത്, ബിഗ് പറഞ്ഞാൽ വലുത്. അതെല്ലാവർക്കും അറിയാലേ, സ്മാൾ ചെറുതാണ്, ബിഗ് വലുതാണ്. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറിലേക്ക്. എന്താണ്? ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറിലേക്ക്. അറേഞ്ച് ദി നമ്പേഴ്സ് ഫ്രം സ്മാൾ ടു ബിഗ് ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ. താഴെ നിങ്ങൾക്ക് ഓരോ റൗണ്ട് തന്നിട്ടുണ്ട്. ആ റൗണ്ടിൽ എന്ത് എഴുതണം? ചെറിയ നമ്പറിൽ മുതൽ വലിയ നമ്പർ വരെ. ആദ്യം നമ്മള് ഈ നോക്കൂ, എന്താ ഒരു 1 ചിത്രം കൊടുത്തിട്ടില്ലേ? അപ്പൊ ആ ചിത്രത്തിൽ ഏതൊക്കെ നമ്പേഴ്സാ കൊടുത്തിരിക്കുന്നത്? 9 കൊടുത്തിട്ടുണ്ട്, 12 കൊടുത്തിട്ടുണ്ട്, 15 കൊടുത്തിട്ടുണ്ട്, 1 കൊടുത്തിട്ടുണ്ട്, 5 കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ആ നമ്പറിൽ ഏറ്റവും ചെറുത് ഏതാ? 1 അല്ലേ? അപ്പൊ ആ 1 ഫസ്റ്റ് റൗണ്ടിൽ എഴുതുക. ഇനി എന്താണ്? 1 കഴിഞ്ഞ പിന്നെ അതിലെ സ്മോൾ ആയിട്ട് വരുന്നത് ചെറുതായിട്ട്, പിന്നെ 1-നേക്കാളും കുറച്ച് വലുത്. 1-നേക്കാളും കുറച്ച് വലുത് ഏതാ? ആ 4 നമ്പറിൽ, ആ 4 നമ്പേഴ്സിൽ, ബാക്കി 4 നമ്പേഴ്സിൽ 1-നേക്കാളും കുറച്ച് വലുത് ഏതാ? 5 അല്ലേ? 5 ആണ്. പിന്നെ കുറച്ചുകൂടി വലുത് അല്ലേ? അപ്പൊ അതെടുത്ത് എഴുതുക. ഓക്കെ, 5 കഴിഞ്ഞു. 5 കഴിഞ്ഞാൽ പിന്നെ ഏതാ? അതിനേക്കാളും കുറച്ചുകൂടി വലുത്. മനസ്സിലായി? അതിന് തൊട്ട് വലുത് ഏതാ? 5 കഴിഞ്ഞിട്ട് 5 കഴിഞ്ഞ 9 അല്ലേ? പിന്നെ 9 എഴുതുക. 9 കഴിഞ്ഞ പിന്നെ 9-നേക്കാളും കുറച്ചുകൂടി വലുത് ഏതാ? 12 കഴിഞ്ഞ പിന്നെ ഏറ്റവും വലുത്, ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും വലുത് ഏതാ? 15. അങ്ങനെയാണ് നമ്പർ സ്മോൾ ടു ബിഗ്. അതിന് വേറൊരു പേരുണ്ട്, അസെൻഡിങ് ഓർഡർ. നിങ്ങൾ അടുത്ത് പഠിക്കും. അസെൻഡിങ് ഓർഡർ എന്ന് അതിന് പറയാ. ഇവിടെ നിങ്ങൾ കുഞ്ഞു കുട്ടികളായതുകൊണ്ട് അതിന് എന്ത് പറയുന്നു? സ്മോൾ ടു ബിഗ്, ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അപ്പൊ ഏറ്റവും ചെറുതെടുത്ത് എഴുതുക, പിന്നെ അതിനേക്കാളും കുറച്ച് വലുത് എഴുതുക, പിന്നെ അതിനേക്കാളും കുറച്ചുകൂടി വലുത്, പിന്നെ അതിനേക്കാളും കുറച്ചുകൂടി വലുത്, പിന്നെ ഏറ്റവും വലുത്. അങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്ത നമ്പറിൽ നോക്കൂ, അതിലും എന്ത് എഴുതണം? സ്മോൾ ടു ബിഗ് തന്നെയാണ്, ചെറുതിൽ നിന്ന് വലുതിലേക്ക്. ഈ തന്നിരിക്കുന്ന 5 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 6, 16, 13, 7, 18. അപ്പൊ ഈ 5 നമ്പേഴ്സിൽ ഏറ്റവും ചെറുത് ഫസ്റ്റ് എഴുതുക. മനസ്സിലായോ? ഫസ്റ്റ് റൗണ്ടിൽ ഏറ്റവും ചെറുത് എഴുതുക. അപ്പൊ അതിൽ ഏതാ ഏറ്റവും ചെറുത് വരുന്നത്? 6. അടുത്ത് നോക്കൂ, അതിനേക്കാളും കുറച്ചുകൂടി വലുത് അതേതാ? 6 കഴിഞ്ഞാതാ 7 തന്നിട്ടുണ്ട്. അപ്പോൾ 7 എന്ന് എഴുതുക. 7-നേക്കാളും കുറച്ചുകൂടി വലുത് ഏതാ? അത് 13. എന്നിട്ട് 13 എഴുതുക, പിന്നെ 16 എഴുതുക, പിന്നെ 18 എഴുതുക. അങ്ങനെയാണ് ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അത് പറഞ്ഞ സ്മോൾ ടു ബിഗ്. അതേമാതിരി തന്നെ കാറിന്റെ പിക്ചർ തന്നിട്ടില്ലേ? ആ കാറിലും എത്ര നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്? 5 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ 5 നമ്പേഴ്സിൽ ഏറ്റവും ചെറുത് ഫസ്റ്റ് എടുത്ത് എഴുതുക. ഫസ്റ്റ് ഏതാ? 9. പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി വലുത് എഴുതുക. 9 കഴിഞ്ഞാൽ എന്താണ്? 24 കഴിഞ്ഞാൽ കുറച്ചുകൂടി വലുത് ഏതാ? 31 കഴിഞ്ഞാൽ കുറച്ചുകൂടി വലുത് ഏതാ? 33. നെക്സ്റ്റ് 39. അങ്ങനെയാണ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് സ്മോൾ ടു ബിഗ് എന്ന നമ്പേഴ്സ് എഴുതുക. അടുത്ത് നോക്കൂ, ഒരു പോയിന്റ് ചിത്രം കൊടുത്തിരിക്കുന്നത്. അതിൽ എത്ര നമ്പേഴ്സ് തന്നിട്ടുണ്ട്? 5 നമ്പേഴ്സ്. അതിൽ ഏറ്റവും ചെറുത് ഏതാ? 22. നെക്സ്റ്റ് ഇതിലെ ഏറ്റവും ചെറുത് ഏതാണെന്ന് പറഞ്ഞാൽ 10 ആണ് ഏറ്റവും ചെറുത്. ഏറ്റവും ചെറുത് ആ 10 എടുത്ത് എഴുതുക. 10 കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി വലുത് ഏതാ? 22 കഴിഞ്ഞാൽ കുറച്ചുകൂടി വലുത് 28. അത് കഴിഞ്ഞാൽ പിന്നെയും കുറച്ചുകൂടി വലുത് 32. നെക്സ്റ്റ് 35. അപ്പൊ അങ്ങനെയാണ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതേണ്ടത്. ഇനി നോക്കൂ, ലാസ്റ്റ് പിക്ചർ നോക്കൂ. 36, 19, 11, 24, 42 എന്ന നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ചെറുത് ആദ്യം എടുത്ത് എഴുതുക, അതിനേക്കാൾ കുറച്ചുകൂടി വലുത് എഴുതുക, പിന്നെ അതിനേക്കാൾ കുറച്ചുകൂടി വലുത് എഴുതുക. അപ്പൊ ഏറ്റവും ചെറുത് ഇതിലേതാ? 11 അല്ലേ? അപ്പൊ
11 ഫസ്റ്റ് ഏത്, അതിനേക്കാളും കുറച്ചുകൂടി വലുത് ഏതാ 19 കഴിഞ്ഞ് കുറച്ചുകൂടി വലുത് 24, അത് കഴിഞ്ഞ് കുറച്ചുകൂടി വലുത് ഏതാ 36, ലാസ്റ്റ് വൺ 42. അങ്ങനെയാണ് സ്മോൾ നിന്ന് ബിഗിലേക്ക് എന്നത് എഴുതേണ്ടത്. ഇനി അടുത്ത് നോക്കൂ, 42 പേജ് നമ്പർ എടുക്കുക. അതെന്താ, കളർ ദ ഒബ്ജക്ട് വിത്ത് ബിഗ്ഗസ്റ്റ് നമ്പർ ഇൻ ഈച്ച് സെറ്റ്, റൈറ്റ് ദ നമ്പർ. അപ്പൊ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കളർ ദ ഒബ്ജക്ട് വിത്ത് ബിഗ്ഗസ്റ്റ് നമ്പർ ഇൻ ഈച്ച് സെറ്റ്. ഈ രണ്ട് സെറ്റും നോക്കുക, അതിലെ ഏറ്റവും കൂടുതൽ നമ്പർ ഉള്ളത് ഏതാണ്, ഏറ്റവും ബിഗ്ഗസ്റ്റ് നമ്പർ. കളർ ദ ഒബ്ജക്ട് വിത്ത് ബിഗ്ഗസ്റ്റ് നമ്പർ ഇൻ ഈച്ച് സെറ്റ് ആണ് പറയുന്നത്. ഏറ്റവും ബിഗ്ഗസ്റ്റ്, ഏറ്റവും വലിയ നമ്പർ ഉള്ളത് ഏതാണ്? 4 എണ്ണം തന്നിട്ടുണ്ട്. ആ നമ്പറിൽ ഏറ്റവും വലിയ നമ്പർ, ബിഗ്ഗസ്റ്റ് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും വലുതല്ലേ. അപ്പൊ ഏറ്റവും വലിയ നമ്പറിനെ എന്ത് ചെയ്യണം, നിങ്ങൾ കളർ ചെയ്യണം. ഏറ്റവും വലിയ നമ്പറിനെ നിങ്ങൾ എന്ത് ചെയ്യണം, കളർ ചെയ്യണം. അടുത്തത് അതേപോലെ തന്നെയാണ്, അതിൽ 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആ 4ലെ ഏറ്റവും വലിയ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യണം, കളർ ചെയ്യണം. അടുത്ത നോക്കൂ, കളർ ദ ബലൂൺ വിത്ത് ദ സ്മോളസ്റ്റ് നമ്പർ ഇൻ ഈച്ച് സെറ്റ്. എന്നിട്ട് ആ റൗണ്ട് വന്നിട്ടുണ്ടല്ലോ, ആ റൗണ്ടിൽ നിങ്ങൾ ഏതാണോ കളർ ചെയ്തിരിക്കുന്നത് അതിനെ ആ റൗണ്ടിൽ എടുത്ത് എഴുതണം. ഇവിടെ ബലൂണുകളാണ് തന്നിരിക്കുന്നത്. ആ ബലൂണിലെ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ പറഞ്ഞാൽ എന്താണ്, ഏറ്റവും ചെറിയ നമ്പറിനെ നിങ്ങൾ എന്ത് ചെയ്യണം, കളർ ചെയ്യണം. ആ കളർ ചെയ്ത നമ്പർ ഏതാണെന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്യണം, ആ റൗണ്ടിൽ എഴുതണം. അടുത്ത സെറ്റ് നോക്കൂ, അതും 5 ബലൂണാണ് തന്നിരിക്കുന്നത്. ആ 5 ബലൂണിലെ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ പറഞ്ഞാൽ എന്താണ്, ഏറ്റവും ചെറിയ നമ്പറിനെ നിങ്ങൾ എന്ത് ചെയ്യണം, കളർ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ സർക്കിളിൽ ആ നമ്പർ എഴുതണം. ഓക്കെ, അടുത്ത നോക്കൂ, പേജ് നമ്പർ 43 ആണ്. അറേഞ്ച് നമ്പേഴ്സ് ഇൻ ഓർഡർ ഫ്രം ബിഗ് ടു സ്മോൾ. അപ്പൊ ബിഗ് ടു സ്മോൾ പറഞ്ഞാൽ എന്താണ്, ബിഗിൽ നിന്ന് സ്മോളിലേക്ക്, ബിഗിൽ നിന്നും എന്താണ് സ്മോളിലേക്ക് എഴുതണം. അപ്പൊ എന്ത് ചെയ്യണം, ആദ്യം എന്ത് ചെയ്യണം, അറേഞ്ച് നമ്പേഴ്സ് ഇൻ ഓർഡർ ഫ്രം ബിഗ് ടു സ്മോൾ ആണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം വലിയ നമ്പർ എടുത്ത് എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യണം, അതിൽ നിന്നും ചെറുതിലേക്ക് എഴുതുക. ഏറ്റവും വലിയ നമ്പർ ഏതാണ്, 18. അത് കഴിഞ്ഞാൽ എന്താണ് നമ്പർ 16. അത് കഴിഞ്ഞാൽ ഏതാണ് 15. അത് കഴിഞ്ഞാൽ 12. അങ്ങനെ ഏറ്റവും വലുതിൽ നിന്ന് ചെറുതിലേക്ക്. അടുത്ത നോക്കൂ, 4 നമ്പേഴ്സ് ആ തന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാ 11. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 9, നെക്സ്റ്റ് വൺ 8, ലാസ്റ്റ് വൺ 6. അങ്ങനെ എന്ത് ചെയ്യണം, വലുതിൽ നിന്ന് ചെറുതിലേക്ക് നമ്പർ എഴുതുക. ഓക്കെ, അടുത്ത നോക്കൂ, 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 20, 10, 16, 14. അതിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഏതാ, ഏറ്റവും ബിഗ് നമ്പർ 20, next one 16, next one 14, last one 10. അടുത്ത നോക്കൂ, പൂമ്പാറ്റയിലാണ് 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിലെ ഏറ്റവും വലിയ നമ്പർ ഏതാ 28. അത് കഴിഞ്ഞാൽ 26. അത് കഴിഞ്ഞാൽ 24. അത് കഴിഞ്ഞാൽ 22. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ബിഗ് ടു സ്മോൾ നമ്പേഴ്സ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ടൈമിലൊക്കെ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു, 90 വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്പർ പഠിച്ചു, നമ്പർ നെയിം പഠിച്ചു. നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ മാത്രം പറയാം, നമ്പർ നെയിം പറഞ്ഞാൽ അതിന്റെ സ്പെല്ലിംഗ് പഠിക്കാൻ എന്നിട്ട് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോൾ നോക്കൂ, 91, 91 തുടങ്ങി 100 വരെയാണ് നമുക്ക് ഇതിൽ എഴുതാൻ തന്നിരിക്കുന്നത്. നിങ്ങൾ അത് എന്ത് ചെയ്യണം, അതിന്റെ മേലെ കൂടെ അത് അതുപോലെ എഴുതുക. 100 വരെയും നിങ്ങൾ എന്ത് ചെയ്യണം, അത് എഴുതി പഠിക്കണം. അതേതാണെന്ന് നോക്കാം. നമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകം പറയാണ്, നമ്പർ എന്ന് പറഞ്ഞാൽ 91 എന്നുള്ളതാണ് നമ്പർ. അതിന്റെ നമ്പർ നെയിം ഏതാണ് എന്ന് ചോദിച്ചാൽ NINETYONE. നമ്പർ നെയിം പറഞ്ഞാൽ അങ്ങനെയാണ് പറയുന്നത്, NINETYONE 91. അതാണ് നമ്പർ നെയിം. ഓക്കെ, അപ്പോൾ നമ്പർ നെയിം എന്ത് ചെയ്യണം, പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം, അത് എഴുതണം. അതേമാതിരി NINETYTWO 92 നമ്പർ നെയിമാണ്. NINETYTWO
92 അതിന്റെ നമ്പർ ആണ് 9 to 92. അതേപോലെ തന്നെ 93 NINETY THREE 93 അത് നമ്പർ നെയിം ആണ് 93 എന്നുള്ളത് നമ്പർ ആണ്. അടുത്ത നോക്കൂ NINETY FOUR 94 നമ്പർ നെയിം ആണ് 94 94 എന്നുള്ളത് നമ്പർ ആണ്. NINETY 90 FIVE നമ്പർ നെയിം 95 എന്നുള്ളത് നമ്പർ ആണ്. നെക്സ്റ്റ് വൺ 96 NINETY SIX 96 അതായത് NINETY SEVEN നമ്പർ നെയിം 97 അതിലെ നമ്പർ എന്നുള്ളത് 97 ആണ് നമ്പർ. 98 NINETY EIGHT 98 നമ്പർ നെയിം NINETY EIGHT നമ്പർ 98. 99 NINETY NINE 99 99 എന്നുള്ളത് നമ്പർ ആണ്. NINETY NINE 99. HUNDRED അത് പുതിയതാണ് 100 100 100. അങ്ങനെ 2 ഡിജിറ്റിൽ നിന്നും എത്രയിലേക്കായി 3 ഡിജിറ്റിലേക്ക് 100 100 HUNDRED 100. അപ്പൊ അത് എഴുതുക, നമ്പർ എഴുതുക, നമ്പർ നെയിം എഴുതുക. ഓക്കെ.